ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, ഈ വിൽ നോട്ട് എന്നതും വോണ്ട് എന്നതും സെയിം ആണ്. അതായത് വിൽ നോട്ട് എന്ന് ഷോർട്ടാക്കി പറയുന്നതാണ് വോണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ വിൽ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഭാവി കാലത്തിൽ ഇല്ല എന്ന അർത്ഥത്തിലാണ്. ഇപ്പൊ ഐ വിൽ കം, ഞാൻ വരും. ഐ വിൽ നോട്ട് കം എന്ന് പറഞ്ഞാൽ ഞാൻ വരില്ല. ഓക്കെ, ഐ വോണ്ട് കം. ഓക്കെ, ഷോർട്ടാക്കിയിട്ട് ഐ വോണ്ട് കം, ഞാൻ വരില്ല. ഐ വോണ്ട് കം ടുമോറോ, ഞാൻ നാളെ വരില്ല. ഓക്കെ, ഐ വോണ്ട് കം. ഇപ്പൊ അവൻ വരില്ല എന്നാണെങ്കിലോ ഹി വിൽ നോട്ട് കം. അത് ഷോർട്ടാക്കിയിട്ട് വരുമ്പോൾ ഹി വോണ്ട് കം. കാരണം എല്ലാവരും വിൽ നോട്ട് പറയണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇപ്പൊ നാറ്റീവ് സ്പീക്കേഴ്സ് ഒക്കെ അധികം സംസാരിക്കുമ്പോൾ വോണ്ട് എന്ന് പറയാം. ഇനി വിൽ നോട്ട് പറഞ്ഞാലും പ്രശ്നമില്ല കേട്ടോ. ഇപ്പൊ ഞാൻ വരില്ല, ഐ വിൽ നോട്ട് കം എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഐ വോണ്ട് കം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈ വോണ്ട് ഇപ്പൊ നമ്മളെ ബേസിക് ഇംഗ്ലീഷ്, അതായത് നമുക്ക് ബേസിക് ലെവൽ കോഴ്സുകൾ ഉണ്ട്. ഇപ്പൊ ബേസിക് ലെവൽ കോഴ്സിൽ നമ്മുടെ സ്റ്റുഡൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ വിൽ നോട്ടും വോണ്ടും കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും. അപ്പൊ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഈ വിൽ നോട്ട് എന്ന് ഷോർട്ടാക്കി പറയുമ്പോൾ വോണ്ട് വരിക. ഓക്കെ, ഇനി ഇപ്പൊ വോണ്ട് ആദ്യം വെക്കാം. ഇപ്പൊ നീ വരുമോ, ഇപ്പൊ വിൽ യു കം എന്ന് പറഞ്ഞാൽ നീ വരുമോ എന്നാ. നീ വരില്ലേ എന്ന് പറയുമ്പോൾ വോണ്ട് യു കം ടുമോറോ, നീ വരില്ലേ. വോണ്ട് യു കോൾ, നീ വിളിക്കില്ലേ. വോണ്ട് യു ബ്രിങ്, നീ കൊണ്ടുവരില്ലേ. മനസ്സിലായോ? അങ്ങനെയും ഒരു അർത്ഥം കിട്ടും. സോ ഗൈസ്, ഇതെല്ലാം വളരെ ഈസിയാണ്. എനിക്ക് 1.5 മിനിറ്റ് കൊണ്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതെല്ലാം നമ്മളെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ നിങ്ങളെ ഏറ്റവും ആദ്യം മുതൽ ഇംഗ്ലീഷ് പഠിപ്പിക്കും. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് 2 മാസം കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. മുകളിൽ പോവാ, ബയോയിൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്. നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാം.